ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നമ്മൾ സത്യവിശ്വാസികളിലെ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളെ പരമമായ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം അതിന് അത്രയൊന്നും അധ്വാനിക്കാതെ നമ്മൾ സാധാരണ ദിവസവുമല്ല, ജീവിതത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിൽ ഒരു ചിലപ്പം നമ്മളെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ നമുക്ക് എന്ത് സംഭവിക്കുക, അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടാതെ പോകും. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പം അത്തരം ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഒരു 90% ആൾക്കാർക്ക് ഇത് അറിയുന്നതായിരിക്കും, പക്ഷേ 10%-ന് അറിവില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോടായിട്ടിത് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മളുടെ പല പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് മലക്കുകളുടെ ദുആ നമുക്ക് ലഭിക്കും. മലക്കുകളുടെ ദുആ എന്ന് നമുക്ക് ലഭിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതൊരു നിയ്യത്തിൻ്റെ കുറവ് കൊണ്ടോ നമ്മളത് ആഗ്രഹിക്കണം. മനസ്സിൽ നമുക്കൊരാഗ്രഹം ഉണ്ടാവണം, ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് മലക്കുകളുടെ ദുആ കിട്ടണം, അത് അള്ളാഹു സ്വീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ മനസ്സിൽ വേണം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ പ്രവൃത്തികളാണ് എന്നുള്ളത് നമുക്ക് ഒരറിവുണ്ടാവണം. ഓക്കെ, ഇൻഷാ അല്ലാ. ഈ മലക്കുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടികളാണ്. നമ്മളെ മനുഷ്യരെ പോലെ തന്നെ ഒരു സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ. അപ്പോൾ മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, അതേപോലെ തന്നെ മലക്കുകൾക്ക് തെറ്റ് ചെയ്യാനോ അനുസരണക്കേട് കാണിക്കാനോ സാധ്യമല്ല. അതുപോലെ തന്നെ വിശപ്പോ ദാഹമോ ഇല്ല, ഉറക്കമോ മയക്കമോ ഒന്നുമില്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, ഇബാദത്തിൽ മുഴുകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയാണ് മലക്കുകളുടെ ജോലി. ഓക്കെ, അപ്പോൾ അത്തരം മലക്കുകളുടെ ദുആ നമുക്ക് ലഭിക്കുന്ന അവസരം നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് ഒന്നാണ്, ഒരു 4-5 കാര്യം ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു 4-5 കാര്യം പറയാം. കുറച്ച് കൂടുതലുണ്ട്. അത് വിഭാഗങ്ങളാക്കിയിട്ട് ഒന്നാമത്തെ വിഭാഗമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒന്ന്, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവർ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ. അപ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്ക് എന്തുണ്ടാവും, നമ്മുടെ അടുത്ത് തെറ്റ് സംഭവിച്ചു പോകും അല്ലേ, തെറ്റ് സംഭവിച്ചു പോകും. അപ്പോൾ നമ്മൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തെറ്റിൽ നിന്നും പശ്ചാത്തപിക്കുന്നവനാണ് ഏറ്റവും നല്ല ആൾ. തെറ്റ് ചെയ്യാതിരിക്കാൻ മലക്കുകൾക്ക് എന്തുണ്ടാവും, തെറ്റ് തീരെ ചെയ്യാതിരിക്കാൻ മലക്കുകൾക്കേ കഴിയുള്ളൂ. മനുഷ്യന്മാരായാൽ എന്തായാലും എന്ത് സംഭവിച്ചു ആവാം, തെറ്റ് സംഭവിച്ചു പോകും. അപ്പോൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ അതിന് പശ്ചാത്തപിക്കണം, പശ്ചാത്താപം ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിൽ നമുക്കൊരു ഖേദം ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം, ഖേദം ഉണ്ടാവണം. അതുപോലെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും, മലക്കുകൾ ദുആ ചെയ്യും, പുറത്തു കൊടുക്കാൻ, നമുക്ക് പുറത്തു തരാൻ വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അടുത്ത വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് വെച്ചാൽ, തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുന്നവർ. നമ്മളുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിലുള്ള നമ്മളെ വാപ്പൻ്റെയും ഉമ്മേൻ്റെയും മക്കളല്ല, ആരായാലും അവർക്ക് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് മലക്കുകൾ ആമീൻ പറയുകയും അതേപോലെയുള്ളത് നമുക്കും നൽകണേ, നമുക്കും ഉണ്ടാവട്ടെ, ഈ പറഞ്ഞ ആൾക്കും ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ പറയുകയും ചെയ്യും. അടുത്തത്, രോഗസന്ദർശനം നടത്തിയാൽ, രോഗിയെ കാണാൻ പോയാൽ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് രോഗിയെ കാണാൻ പോവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കുടുംബത്തിലോ പരിചയത്തിലോ ഒക്കെ ആയിട്ട് നമ്മൾ രോഗികളെ കാണാൻ പോകുന്നുണ്ടാവും. അപ്പോൾ രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കണം മലക്കുകളുടെ ദുആ നമുക്ക് ലഭിക്കുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു അവസരമാണിത്. അപ്പം
70,000 മലക്കുകളാണ്. നമ്മളിപ്പോൾ രാവിലെയാണോ പോകുന്നതെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇത്രയും നമ്മൾ ഒരുപാട് തവണ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റാരെയും പ്രശംസയോ അല്ലെങ്കിൽ മറ്റാരെയും കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളുടെ പ്രവൃത്തിയുടെ ആകെ ഉദ്ദേശം എന്തായിരിക്കണം? അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമായിരിക്കണം. അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹു പ്രതിഫലം തരുള്ളൂ. അപ്പോൾ നമ്മൾ ഓരെന്ത് വിചാരിക്കും? ഇപ്പോൾ കാണാൻ പോയില്ലെങ്കിൽ ഓരെന്താ വിചാരിക്കുകയല്ലേ? അല്ലെ എങ്ങനെയാണ് പോവാണ്ടിരിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ അല്ലേ? കാരണം നമ്മളുടെ ലക്ഷ്യം അതല്ല. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അത് നമ്മളെ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യണം. എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താലാണ് ഈ ഒരു 70,000 മലക്കുകളുടെ പ്രാർത്ഥന, പാപമോചന പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അടുത്തത് ആണ് ദാനധർമ്മം ചെയ്യുന്ന ആൾ. ദാനധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് എന്താണ്? മലക്കുകൾ ദുആ ചെയ്യും. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ആ ഒരു നിയ്യത്ത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب إلينا إنك أنت التواب الرحيم.